നമസ്കാരം KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലേക്കര ടോൾ പിരിവിന് ഉപാധികളോടെ അനുമതി നൽകാമെന്ന ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് കൊടകര അഡീഷണൽ ICDSന്റെ നേതൃത്വത്തിൽ പോഷൺ മാ പോഷക മാസാചരണത്തിന്റെ ഭാഗമായി പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച കൊടകരയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിരപ്പിള്ളിയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ചു. വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കലോത്സവം ദ്യുതി 2025 ചിത്രകാരി അനിത വർമ്മ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പാലേക്കരയിലെ ടോൾ പിരിവിന് ഉപാധികളോടെ അനുമതി നൽകാമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. ടോൾ പിരിവിനുള്ള വിലക്ക് തിങ്കളാഴ്ച വരെ തുടരുമെന്നും കോടതി വ്യക്തമാക്കി. കർശന നിബന്ധനകളോടെയാകും അനുമതി നൽകുക എന്ന് കോടതി. നിബന്ധനകൾ തിങ്കളാഴ്ച പുറപ്പെടുവിക്കുന്ന ഉത്തരവിനൊപ്പമുണ്ടാകും. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും കേസ് അവസാനിപ്പിക്കില്ലെന്ന് കോടതി പറഞ്ഞു. ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി പരിശോധന തുടരണം. കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണം. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ V. മേനോൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നടപടി. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന് ടോൾ കമ്പനി. 1.5 മാസമായി പിരിവ് മുടങ്ങിയതിനാൽ വരുമാനം നിലച്ചുവെന്നും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ലെന്നും കമ്പനി വാദിച്ചു. ടോൾ പിരിവിന് അനുമതി തടയുന്നത് ശരിയല്ലെന്ന് കേന്ദ്ര സർക്കാരും നിലപാട് സ്വീകരിച്ചു. തുടർന്നാണ് ഉപാധികളോടെ അനുമതി നൽകാൻ തീരുമാനിച്ചത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് ടോൾ പിരിവ് തടഞ്ഞ് കഴിഞ്ഞ മാസം 5-നാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനിയും സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയെങ്കിലും ഇതുവരെ അനുകൂല തീരുമാനം ഉണ്ടായിരുന്നില്ല. ഗതാഗത പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചതായി കളക്ടറും മോണിറ്ററിംഗ് കമ്മിറ്റിയും റിപ്പോർട്ട് നൽകി. ഇതോടെയാണ് നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറായത്. കേന്ദ്ര സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും കോടതിയിൽ നിന്നും നിരന്തരം വിമർശനം കേൾക്കേണ്ടി വന്ന കേസ് കൂടിയാണിത്. പാലേക്കര ടോൾ പിരിവ്, ടോൾ നിരക്ക് വർധനവ് തുടങ്ങിയ വിഷയങ്ങളിൽ ഹൈക്കോടതി തിങ്കളാഴ്ച ഉത്തരവ് പറയുമെന്ന് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി ഭാരവാഹികളായ TG അജോ, ജോയ് നെല്ലിശ്ശേരി എന്നിവർ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് സമിതിയുടെ ദേശീയപാതയിൽ സുഗമമായ യാത്ര നടക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സമിതിയുടെ മേൽനോട്ടം ഉൾപ്പെടെയുള്ള നിബന്ധനകളോടെയായിരിക്കും ടോൾ പിരിവ് തുടരാനുള്ള ഉത്തരവുണ്ടാവുക. ചാർജ് വർധനവിനെതിരെ ഏകലവ്യ കലാകായിക സമിതി നൽകിയ WPC 18735/2025 നമ്പർ കേസിൽ NHAI അധികൃതരോട് വർധനവിന്റെ ഉത്തരവ് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. വാദം കേട്ടതിനുശേഷം ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ V. മേനോൻ എന്നിവരടങ്ങിയ ബെഞ്ച് തിങ്കളാഴ്ച തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഏകലവ്യ പ്രവർത്തകരായ അജോ TGയും ജോയ് നെല്ലിശ്ശേരിയും പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ടോളുമായി ബന്ധപ്പെട്ട കേസിൽ ഏകലവ്യ കലാകായിക സമിതി കേസിൽ കക്ഷിയാണ്. കേസ് 2 ദിവസം മുന്നേ കോടതി പരിഗണിച്ചപ്പോൾ ടോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏകലവ്യ കലാകായിക സമിതി 12 ഇന കംപ്ലൈൻറ്റ് കളക്ടർക്ക് സമർപ്പിക്കുകയും കളക്ടർ അത് ഹൈക്കോടതിയിൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇന്ന് ബെഞ്ചിൽ കേസ് വരികയും ഈ ഡ്രെയിനേജുകൾ, കാനകളുടെ പണികൾ ഇതേ അവസ്ഥകളാണ്. പകുതിയിൽ കാനകൾ നിർത്തിപ്പോയേക്കാണ്. അപ്പോൾ ഇതിലെ വെള്ളങ്ങളെല്ലാം നിറഞ്ഞ് ഈ റോട്ടിലേക്ക് ഒഴുകി മഴ പെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഡ്രെയിനേജുകൾ ഇങ്ങനെ അവസാനിക്കുന്ന അവസ്ഥകളാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സർവീസ് റോഡിൻ്റെ സൈഡിലുള്ള ഈ കാന ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. ഈ കാനയിലെ വെള്ളവും അഴുക്ക് വെള്ളവും ഗാന്ധിനഗറിലുള്ള PWD റോഡിലേക്ക്
ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ പോകുന്ന കാൽനട യാത്രക്കാർക്കും മറ്റു യാത്രക്കാർക്കൊക്കെ തന്നെ അത് അപകടമുണ്ടാക്കുന്നതാണ്. കൊടകരയിലെ മേൽപ്പാലത്തിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ മേൽപ്പാലം ഇറങ്ങുന്ന സ്ഥലത്ത് വലിയ ഗർത്തമുള്ളതിൻ്റെ ഭാഗമായി അവിടെ വാഹനങ്ങൾ പോകുമ്പോൾ അതിലൂടെ തെറിക്കുന്ന വെള്ളം സർവീസിലൂടെ പോകുന്ന ഈ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കും ഏറെ ശല്യമുള്ളതാണ്. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയുടെ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുക, കൊടകര ഗാന്ധിനഗർ പരിസരത്തെ അഴുക്കുചാലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുക, പേരാമ്പ്രയിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ച സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന റോഡ് ശാസ്ത്രീയമായി ടാർ ചെയ്യുക, ദേശീയപാതയോരത്തുള്ള കാനകളുടെ മുകളിലിട്ടിരിക്കുന്ന സ്ലാബുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക, ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്ന് പ്രദേശത്ത് സർവീസ് റോഡുകൾ നിർമ്മാണം പൂർത്തീകരിക്കാനും വഴിവിളക്കുകൾ സ്ഥാപിക്കാനും വേണ്ടി ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അനൂപ് വി നായർ ഏകലവ്യ കലാകായിക സമിതിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് കൊടകര അഡീഷണൽ ICDSന്റെ നേതൃത്വത്തിൽ പോഷൻ മാ പോഷക മാസാചരണത്തിന്റെ ഭാഗമായി പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പോഷകാഹാര പ്രദർശനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസർ സുധർമിണി ജി പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, കൊടകര പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ PM സൗമ്യ, മറ്റത്തൂർ പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ സുധാകുമാരി വി, കൊടകര അഡീഷണൽ സൈക്കോ സോഷ്യൽ കൌൺസിലർമാരായ സ്റ്റെല്ല, ദീപ്തി, ജിനി എന്നിവർ നേതൃത്വം നൽകി. അംഗനവാടി വർക്കർമാർ, കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോഷകമാസാചരണം പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൊടകര അഡീഷണൽ ICDSലെ അംഗനവാടി പ്രവർത്തകർ വർക്കർമാർ ഇന്ന് ഭക്ഷണ സാധനങ്ങൾ ഒരു പുതിയ മെനുവിൻ്റെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടും പിന്നെ ചെറിയ അതായത് 6 മാസം മുതൽ 3 വയസ്സ് വരെ അല്ലെങ്കിൽ 3 തൊട്ട് 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും കഴിക്കാവുന്ന ഭക്ഷണ സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷ്യവസ്തുക്കളാണ് നമ്മുടെ പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച കൊടകരയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. വാർത്താസമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, MR ആംസൺ, K സഞ്ജീവ് മേനോൻ, അനിൽ വടക്കെടത്ത് എന്നിവർ പങ്കെടുത്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബിൻ്റെ ഈ മാസത്തെ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഈ ഞായറാഴ്ച അതായത് സെപ്റ്റംബർ 21-ാം തീയതി രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. സൗജന്യമായി നടത്തുന്ന ഈ ക്യാമ്പ് നാട്ടിലെ മുഴുവൻ ജനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 166 തവണയും ഞങ്ങളോട് സഹകരിച്ച സ്ഥാപനമാണ് കേരളത്തിൽ തന്നെ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രശസ്തമായ അഹല്യ ഫൗണ്ടേഷൻ. അവരുടെ നേത്ര വിഭാഗവും കേരളത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല നേത്രപരിശോധന രംഗത്തെ ഏറ്റവും പേരുകേട്ട ആൾക്കാരാണ്. അതിരപ്പിള്ളിയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ചു. എറണാകുളം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നടത്തിയത്. കുറച്ചു ദിവസം മുൻപാണ് കാലടി പ്ലാന്റേഷൻ 8-ാം ബ്ലോക്കിൽ എരുമത്തലത്ത് പരിക്കേറ്റ നിലയിൽ ഏകദേശം 15 വയസ്സുള്ള ആനയെ കണ്ടെത്തിയത്. മയക്കുവെടി വെച്ച് പിടികൂടി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ഡോക്ടർമാർ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം ദൌത്യം ആരംഭിച്ചു. വെറ്ററിനറി ഡോക്ടർമാരടങ്ങിയ വനംവകുപ്പ് സംഘം ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ചു. ആന മയങ്ങിയതോടെ മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്നുവെച്ചു. ഉച്ചയോടെ മയക്കം വിട്ട ആനയെ വിട്ടയച്ചു. പ്രദേശത്ത് തന്നെ തുടരുന്ന ആനയെ നിരീക്ഷിക്കാൻ ജീവനക്കാരെ ചുമതലപ്പെടുത്തി. ആനകൾ തമ്മിൽ കുത്തുകൂടിയതിൽ നിന്നുമുണ്ടായ മുറിവാണെന്നാണ് നിഗമനം. അതേസമയം വിവരം വനംവകുപ്പ് നേരത്തെ അറിഞ്ഞിട്ടും ചികിത്സ വൈകിപ്പിച്ചതായി ആരോപണമുണ്ട്. വാഴച്ചാൽ DFO സുരേഷ് ബാബു ISന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബിനോയ് C ബാബു, ഡോക്ടർ ഡേവിഡ് എബ്രഹാം, ഡോക്ടർ OV മിഥുൻ എന്നിവരും 40ഓളം പേരടങ്ങുന്ന വനപാലകരും ദൌത്യത്തിലുണ്ടായിരുന്നു. ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2025-26 അധ്യയന വർഷത്തെ കലോത്സവം സംഘടിപ്പിച്ചു. തുടിതാളം എന്ന പേരിൽ നടത്തിയ സ്കൂൾ കലോത്സവം മിമിക്രി കലാകാരൻ മുരളി ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് എൽദോ പൌലോസ് അധ്യക്ഷത വഹിച്ചു.
പ്രിൻസിപ്പൽ വിജയശ്രീ SS, സ്റ്റാഫ് സെക്രട്ടറി സുനേഷ് എബ്രഹാം, വാസന്തി VK, ജയ TR, കുമാരി നിവേദ്യ, മാസ്റ്റർ അൽജോ ലിജു, ഹെഡ്മിസ്റ്റർ ഷീജ ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കലോത്സവം ദ്വിതി 2025 ചിത്രകാരി അനിത വർമ്മ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവിയുടെ അധ്യക്ഷതയിൽ മാനേജർ സഞ്ജയ് നായർ, വിദ്യാലയ സമിതി പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ, ഗീതാരാമൻ, വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്ത പരിപാടിയിൽ വിവിധ കലാരൂപങ്ങൾ മാറ്റുരച്ചു. അനിത വർമ്മ മേഡം അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, മേഡം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിലകൊള്ളുന്നത്. കാരണം നാളത്തെ വലിയ കലാകാരന്മാരാകേണ്ട വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. ഞാൻ ഇന്നലെ ഈ സമയത്ത് നമ്മുടെ പള്ളിക്കുന്ന് അസംഷൻ ഹൈസ്കൂളിൽ അവിടുത്തെ sister, senior sister, and a very well-known personality in the Thrissur, not in the Thrissur, in Kerala, in variety of areas, in the drawing area. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ് ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ക്ലബ് പ്രസിഡന്റ് ലയൺസ് ജോൺസൺ കിരിയത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്കൻഡ് ഗവർണർ ലയൺസ് KM അഷ്റഫ് PM, JF ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കോർഡിനേറ്റർമാരായ ലയൺസ് ബിജു പൊറത്തൂർ, ലയൺസ് ജോസ് മൂത്തേടൻ, പേരാമ്പ്ര പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി വട്ടക്കുന്നേൽ, ഏരിയ ചെയർപേഴ്സൺ ലയൺസ് സെബി വട്ടോലി, സോൺ ചെയർമാൻ PD ജോൺസ്, MJF, വനിതാ സർക്കിൾ പ്രസിഡന്റ് ലയൺസ് രസീദ ജോയ്സൺ, ക്ലബ് സെക്രട്ടറി ലയൺസ് ജോണി MV, ലയൺസ് ജിജോ ഉറുവത്ത് എന്നിവർ സംസാരിച്ചു. ട്രഷറർ ലയൺസ് ഷിബു ജോൺ, ലയൺസ് KO വർഗീസ്, ലയൺസ് ടോക്സി ബോസ്, ലയൺസ് CA ജോസ് എന്നിവർ നേതൃത്വം നൽകി. പൂക്കളം, വടംവലി, മ്യൂസിക് ചെയർ, പിരമിഡ് നിർമ്മാണം, തിരുവാതിരക്കളി തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ ഉരിയറി ചിറ വളവിൽ സാമൂഹ്യ വിരുദ്ധർ മത്സ്യാവശിഷ്ടങ്ങൾ തള്ളിയതായി പരാതി. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളിയും വാർഡ് മെമ്പർമാരായ തോമസ് തുകലത്തും നികിത അനൂപും അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദനും ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിൽജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. ക്ലോറിനേഷൻ നടത്തി മലിനജലം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഏർപ്പാടാക്കി. മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. പാലേക്കര ടോൾ പിരിവിന് ഉപാധികളോടെ അനുമതി നൽകാമെന്ന ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് കൊടകര അഡീഷണൽ ICDSന്റെ നേതൃത്വത്തിൽ പോഷൺ മാ പോഷക മാസാചരണത്തിന്റെ ഭാഗമായി പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച കൊടകരയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കലോത്സവം യുദി 2025 ചിത്രകാരി അനിത വർമ്മ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.